ഓൾ ഇന്നത്തെ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് എൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾക്ക് ഷാർക്കിന് വരെയും കിട്ടും. പിന്നെ ഈ കാണുന്ന കലാപരിപാടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ ഒരു വലിയ കാര്യം ഞാൻ കുക്ക് ചെയ്യുന്നു. അതിന് മാത്രമല്ല എനിക്ക് നന്നായിട്ട് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണെന്ന്. ഒരിക്കലും അല്ല. ഞാനങ്ങനെ കുക്കിംഗ് അധികം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എൻ്റെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റഡ് ഏരിയ അല്ല കിച്ചൺ എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ കുക്ക് ചെയ്യലുണ്ട്. അത് ഭയങ്കര റെയറാണ് കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പുപാട്ട് തുറന്നു വെച്ചിട്ട് ഉള്ളി എറിഞ്ഞാൽ കണ്ണെരിയില്ല എന്നൊരു മഹത്വക്തി പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് വിശ്വസിച്ചു. കണ്ണെരിഞ്ഞില്ല ഗൈസ് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. നന്നായിട്ട് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു. അത് പോട്ടെ, അതിനുള്ളത് നമുക്ക് ബാക്കി പിന്നെ കൊടുക്കാം അവൾക്ക്. ഇപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ഞാനിവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഭയങ്കര എന്താ പറയുക, വലിയ റെസിപ്പി ഒന്നുമല്ല. നോർമൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് മീൻകറി. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ കിച്ചണിൽ കയറില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ കയറല്ലേ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ അത് എന്തായാലും സ്പെഷ്യലായിരിക്കുമല്ലോ എന്ന് എഴുതിയിട്ട് ഒരു വലിയ സ്പെഷ്യൽ റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ വെരി വെരി നോർമലായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ തട്ടിക്കൂട്ടിയ മീൻകറി, എന്നാലും ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. എൻ്റെ കുക്കിങ്ങിനെ പറ്റി ഞാൻ തന്നെ പൊക്കി പറയണമല്ലോ. അതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ബൈ ദ ബൈ, എൻ്റെ മീൻകറി അത്യാവശ്യം നല്ലതാണ് കേട്ടോ. കഴിച്ച ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. അവരത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ചെയ്യുമായിരിക്കും. പിന്നെ ഊണാകുമ്പോൾ എന്തായാലും മീൻകറി ഉണ്ട്. അപ്പം പിന്നെ മീൻ പൊരിച്ചതില്ലെങ്കിൽ എന്തോണ് ശരിയാവില്ല. അതുകൊണ്ട് മീൻ പൊരിക്കാനുള്ള മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തും ആ മഹത്വക്തിയുടെ ടിപ്സ് വീണ്ടും വന്നിട്ടുണ്ട്. മീൻ വറുത്തത് ഉണ്ടാക്കുമ്പോൾ ഒരു തുള്ളി മല്ലിപ്പൊടി ഇട്ടാൽ മീൻ പൊടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം ഈ മീൻ ചൂരയാണ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് പൊതുവേ പൊടിയലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൽ വർക്കായിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പൊടിയാത്തൊരു മീനായതുകൊണ്ട് അത് പൊടിഞ്ഞില്ല. എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പൊടിഞ്ഞില്ല, അതാണ് ബുദ്ധിമുട്ട്. എന്നാലും അടുത്ത പ്രാവശ്യം കുറച്ച് പൊടിയുന്ന രീതിയിലുള്ള മീൻ വാങ്ങിയിട്ട് ഇതൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ ഈ മസാലയിൽ വീണ്ടും നമ്മൾ കുറച്ച് ആർഭാടങ്ങൾ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതിൽ കുറച്ച് ലൈം ജ്യൂസ്. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തേണം കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റ്. നോർമൽ മസാലയിൽ നിന്ന് മാറ്റി പിടിക്കുമ്പോൾ കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, എന്നാലും ഞങ്ങൾക്കിഷ്ടമായി, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇങ്ങോട്ട് സെറ്റാക്കാം. ഇതിങ്ങോട്ട് അറിയാമല്ലോ. സെറ്റാക്കിയിട്ട് ഒന്നും ചെയ്യാനില്ല, ആ മീനെടുത്തതിൽ പെരട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ കുക്കിംഗ് വീഡിയോൻ്റെ വോയിസ് ഓവർ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഈ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ ഉപ്പ്, മുളക്, മല്ലി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. അത് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പോകെ നമുക്ക് വീഡിയോസിൽ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. ഓക്കെ, ഇപ്പം തൽക്കാലം ഇങ്ങനെ മതി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ട്. പാരലലി ഇതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പുട്ടിന് വീരിടുന്ന പോലെ. കാരണം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കണതാണല്ലോ. ഇത് കണ്ടില്ലേ, ഇതെൻ്റെ ഒരു ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ നാരങ്ങ വെള്ളം അത് മസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുടിച്ചു. അപ്പോൾ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് മീൻ പൊരിക്കാൻ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ എന്തറിയാം, വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഇതിനെ ഇങ്ങോട്ട് സെറ്റാക്കി അകത്തേക്ക് ആക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കൂടെ ഞാനത് പറയും, നോട്ട് ദ പോയിൻ്റ്. ഓക്കെ, സെറ്റായിട്ട് തന്നെ എൻ്റെ മീൻ വറുത്തത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ദിസ് ഈസ് മൈ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ ഇത്. കപ്പയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ.